വിളിക്കുകയും ചെയ്യും. ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന് പറയുമ്പോൾ ജനങ്ങൾ തനിക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞ കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയുടെ വീട്ടിലേക്ക് നടന്നു വരുന്ന PV അൻവറിനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പാർട്ടി വേഴ്സസ് PV അൻവർ എന്ന രീതിയിലേക്ക് എത്തുന്നു. കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയുടെ വീട്ടിലാണ് PV അൻവർ അവിടെ ഉള്ളത്. ഇപ്പോഴവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നീക്കം എന്താണ്? ഈ സ്വർണ്ണ ഇടപാടിൽ ഉണ്ണിയെ കരുവാക്കി കളിക്കുന്ന ആ പ്രമുഖൻ ആരാണ് എന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അൻവർ. ഇപ്പോൾ അവിടെ നേരിട്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ PV അൻവർ കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയുടെ വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MM രാഗേഷ് അവിടെ നിന്ന് നമുക്കൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരും. ഗോൾഡ് അപ്രൈസർ ഉണ്ണിയുടെ വീട്ടിലേക്ക് PV അൻവർ MLA എത്തിയിരിക്കുന്നു. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് പ്രതിഷേധമാണ്. എടക്കരയിലും സമാനമായ രീതിയിൽ പ്രതിഷേധം നടക്കാൻ പോകുന്നു. നിലമ്പൂരിലും എടക്കരയിലും പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, എടവണ്ണയിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സാനിയോ മനോമി പ്രതിഷേധം കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. നമുക്കൊപ്പം സ്ക്രീനിൽ ഒരു ഭാഗത്ത് CPIM-ന്റെ പ്രതിഷേധം, ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട എന്ന പ്രതിഷേധം. MM രാഗേഷ്, അൻവർ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അതിൽ കയറി ചാടിയാലേ പ്രശ്നം, കയറിയ കുഴപ്പമില്ല. ഞാൻ വണ്ടി നിർത്തില്ല. അപ്പോ PV അൻവർ MLA ഇപ്പോൾ കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയുടെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാധ്യമങ്ങളുമെല്ലാം അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയെ വെച്ചാണ് ഈ സ്വർണത്തിലെ കൃത്രിമം എന്നാണ് PV അൻവർ നേരത്തെ പറഞ്ഞത്. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. ഈ ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ കസ്റ്റംസിന്റെ ലീഗൽ അപ്രൈസർ എന്ന് അവർ പറയുന്നു. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്, 3.5-4 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിയുടെ സ്ഥിതി എന്താണെന്ന് ഈ നാട്ടിലെ ആളുകൾക്കറിയും, അവരുമായി ബന്ധപ്പെട്ടവർക്കറിയും. ഒരു സാധാരണ സ്വർണം പണി ചെയ്തിരുന്ന ഒരു തട്ടാനായ വ്യക്തിയുടെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്, കോടികൾ വില മതിക്കുന്നത്. ഇനി ഇതേപോലെ ഇതിന് തൊട്ടടുത്ത് മറ്റൊരു സ്ഥലമുണ്ട്. ടൗണിന്റെ കോഴിക്കോട് മഞ്ചേരി റോഡിൽ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, കുറുപ്പത്ത് ഒരു 25 തൊട്ട് 30 സെന്റ് സ്ഥലം വരെ 30-35 ലക്ഷം റുപ്യ സെന്റിന് വിലയാണ്. ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, ഞാൻ പറഞ്ഞതില്ല. ഇപ്പം ഈ കൊണ്ടോട്ടി പരിസരത്ത് 10 കോടിയിലധികം രൂപയുടെ ആസ്തി, ഏകദേശം 12-13 കോടി രൂപയുടെ ആസ്തി ഈ 2-3 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ ADP അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണ ബിസിനസ് ദുബായിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടാൻ്റെ മകളും മരുമകനാണ് ദുബായിൽ ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികൾ ഈ വീട് ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര ചെറിയ വീടാണല്ലോ, നിങ്ങൾ നോക്കൂ, കണ്ടിട്ടേ ഇല്ല. സാധാരണ ഒരു പാവപ്പെട്ട ഒരു അപ്രൈസർ എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജനങ്ങളെ കാണിക്കുക, എത്രയല്ലേ ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ PV അൻവർ ഈ കള്ളക്കടത്തുകാരുടെ ഏജന്റാണ്, നാളെ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ സ്വർണ്ണമൊരുക്കി ഓടക്കുഴയിൽ ഊതിയിട്ട് നമ്മളെ ഉമിയൊക്കെ ഇട്ടിട്ട് സ്വർണ്ണം ഒരുക്കുന്നതിൻ്റെ ഏർപ്പാടുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത് അറിയാറില്ല. അതാണ് തട്ടാമ്പണി എന്ന് പറയുന്നത്. ഇപ്പം മറ്റേ സാധനമൊക്കെ കറണ്ടിൻ്റെ ആ പണി ചെയ്തവൻ്റെ സൗദമാണിത്. നൗഷാദ് എവിടെ പോയി? പോലീസ് ഇയാൾക്കാണോ ഒരുക്കാൻ വേണ്ടി കൊടുക്കുന്നത്? കസ്റ്റംസിന് കൈമാറേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്താണ്? നിങ്ങൾ ഈ നാട്ടുകാരും ഈ പത്രക്കാരൊക്കെ അല്ലേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എങ്ങനെയാ ഒരുക്കുന്നത്, എന്താ ഒരുക്കുന്നത് പറഞ്ഞല്ലേ. നിങ്ങൾ അന്വേഷിക്കേ. കൊണ്ടോട്ടി ഇയാൾക്ക് മാത്രമല്ല, കൊണ്ടോട്ടി അങ്ങാടിയിൽ കുറെ സേട്ടുമാരുണ്ട് സ്വർണ്ണം ഒരുക്കുന്നത്. അവരെത്ര സ്വർണ്ണം ഇറക്കിയിട്ടുണ്ടെന്ന് പോയി നോട്ടെ. ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ, ഒരു തട്ടാൻ്റെ അടുത്തൊന്നുമല്ല. ഇയാൾ ഔദ്യോഗിക തട്ടാനാണ്, അപ്രൈസറാണ്. അനൗദ്യോഗികമായിട്ട് എത്ര തട്ടാന്മാർ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള സ്വർണം ഉരുക്കി വിൽക്കുന്നവർ ഈ കൊണ്ടോട്ടി അങ്ങാടിയിലുണ്ട്. അവിടെയൊക്കെ ഉണ്ട് ഈ സ്വർണം. ഇത് അന്വേഷിക്കാൻ ഞാൻ പിന്നെ എൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? ഒരു വ്യവസ്ഥ ഉണ്ടോ? നിങ്ങൾ അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്നോട് വ്യവസ്ഥ ഇല്ല എന്നുള്ള ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഒരു വ്യവസ്ഥയില്ല, ഒരു നിയമവും, ഒരു കേസും അന്വേഷിക്കില്ല. ഈ ദുബായിൽ ആരോപണം പറഞ്ഞല്ലോ, ആരോപണത്തിന്റെ ബാക്കി പത്രമാണിത്. പാവപ്പെട്ട തട്ടാനാന്ന് പറഞ്ഞാൽ തട്ടാന്റെ വീടാണിത്. നിങ്ങൾ നാട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ. MLA ഈ ഒരുപാട് വർഷത്തെ ബന്ധമൊന്നുമില്ല, ഈ സുജിത് ദാസ് വന്നതിന് ശേഷമുള്ള ബന്ധമാണ്. ഈ ദുബായിൽ ഒരു ആരോപണം പറഞ്ഞല്ലോ, ദുബായിൽ എന്താണ് ADGP ആയിട്ടുള്ള? ദുബായിക്ക് നിങ്ങളെ കൊണ്ടുപോകണതിന് അല്ല, എന്താണ് ആരോപണം? നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫ്രീ ട്രിപ്പ് ഉണ്ടാവും ദുബായിക്ക്. കാരണം അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ട്.
ബാംഗ്ലൂരിലെ കെട്ടിട സൗധങ്ങൾ അത് 2-3 ദിവസം കൊണ്ട് വിവരം കിട്ടും. 3-4 ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മകനാണ്, ഈ തൊട്ടാന്റെ മകനാണ് കൈകാര്യം ചെയ്യുന്നത്. ഫോണൊന്നും എടുക്കുന്നില്ല. നമ്മളത് തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അങ്ങോട്ട് MLA പോകുന്നത്? ഇനിയിപ്പോൾ മറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. മെയിൻ സാധനം കാണിച്ചിട്ടുണ്ട്. മെയിൻ സാധനങ്ങൾ വേറെ കിടക്കുകയാണ്. അതൊന്നിടം നോക്കാം നമുക്ക്. വളരെ ചെറിയ കടയിൽ ഉമിയിട്ട് എന്താ പറയാ, ആ ചട്ടിയിൽ ഊതി സ്വർണം മുരുക്കി ഉണ്ടാക്കിയിരുന്ന ആ പാവപ്പെട്ട തട്ടാന്റെ 2-3 കൊല്ലത്തെ ചെറിയ സമ്പാദ്യം. ഇതാണ് നീതിപൂർവമായ അന്വേഷണം. മനസ്സിലായില്ലേ? അപ്പൊ ജനങ്ങളത് മനസ്സിലാക്കിയാൽ മതി. പോലീസ് ഒരു ഭാഗം പുള്ളിക്കും കൊടുക്കുന്നു എന്നുള്ളതാണോ? അല്ല, പുള്ളിയല്ലത് ഉരുക്കി കഷ്ടം വെട്ടി കൊടുക്കുന്നത്. നമ്മൾ ഇറച്ചി വെട്ടുകാരില്ലേ, ഇറച്ചി വെട്ടുകാരെ നല്ല പരിചയമുള്ള നമുക്ക് എന്ന് പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ മുക്കാഭാഗം ഉരുക്കി പഴയ ഷേപ്പിൽ, കാരണം ഈ സ്വർണം വന്നത് പലതും പല ഷേപ്പിലാണ്, ആ അതേ ഷേപ്പിലാക്കി കൊടുക്കും. ആവശ്യത്തിന് സാധനം ഇന്ന് വെട്ടിയെടുത്തിട്ട്. അപ്പോൾ ഫോട്ടോ നോക്കിയാൽ ഒരേപോലെ ആയിരിക്കും. അതിവിദഗ്ധമായി അത് കൈകാര്യം ചെയ്യാൻ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള തട്ടാനാണ് ഈ തട്ടാൻ. പാവപ്പെട്ട തട്ടാൻ. ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ മതിലൊക്കെ ഒന്ന് കയറി നോക്കി എത്ര വണ്ടി അതിന് മുറ്റത്തുണ്ടോ നോക്കും നിങ്ങൾ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോൾ മഞ്ചേരി റോട്ടിലും കൂടി കാണുവാണെങ്കിൽ കാണണോ? നിങ്ങളെ ഇഷ്ടമാണ്. അതൊന്നും പോയി നോക്കുക. അതിന് വേറെ ഫ്രീ അല്ല. ചായ വാങ്ങി തരാം ഇവിടുന്ന്. ഒരു ചായ മാത്രമല്ല, ഒരു ചായ നെയ്യപ്പവും. കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയുടെ വീട്ടിലേക്കാണ് PV അൻവർ MLA എത്തിയിരിക്കുന്നത്. MLA പുള്ളി ദുബായിലാണ് ആയിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ പുള്ളിക്ക്? ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പല വരുമാനമുണ്ട്. നിങ്ങൾ ഈ നാട്ടുകാരോട് അന്വേഷിക്കുന്നത്, നിങ്ങൾ ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഇതൊന്നും നിങ്ങളും അന്വേഷിക്കുന്നില്ല. ഞാൻ തന്നെ അതെല്ലാം അന്വേഷിച്ച് എന്താ പറയുക ക്യാപ്സ്യൂളാക്കി തരണം. ഒരു പണി ഉണ്ടായിരുന്നില്ല. ഒരു ഗ്രാമീണനായ ഒരു തട്ടാന് ഈ സ്ഥിതിയിലായി. അതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PV അൻവർ MLA കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉണ്ണിയുടെ സ്വത്ത് സമ്പാദനമാണ് അൻവർ ഇപ്പോൾ സംശയ നിഴലിൽ നിർത്തുന്നത്. മറുഭാഗത്ത് കാണുന്നത് നിലമ്പൂരിലെ പ്രതിഷേധമാണ്. 3 ഇടങ്ങളിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് CPIM. ആ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. സാനിയ മനോമി, പ്രതിഷേധം ഏത് റൂട്ടാണ് എടുക്കുന്നത്? പൂർണ്ണമായും PV അൻവറിന്റെ ശക്തി കേന്ദ്രങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്? നിലമ്പൂർ ടൗണിലൂടെയാണ് സുജയ പ്രതിഷേധം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതൊക്കെയും PV അൻവറിന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രധാനമായും CPM പ്രവർത്തകരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നിലമ്പൂരിൽ നിന്നുള്ള രക്തസാക്ഷി കുഞ്ഞാലിയെ തൊട്ട് കളിക്കരുത് എന്നുള്ള രക്തസാക്ഷി. ഇവിടെ നമ്മളെ അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാം. മെയിൻ ഹൈവേയിലെ സ്ഥലം കാണാം. കുറുപ്പം അടുത്ത സ്ഥലത്തേക്ക് PV അൻവർ മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോവുകയാണ്. സാനിയ മനോമി പ്രതിഷേധത്തിനൊപ്പമുണ്ട്. നിലമ്പൂർ ടൗണിലൂടെയാണ് പ്രതിഷേധം കടന്നു പോകുന്നത്. ഇരു കൂട്ടരും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള പ്രതിഷേധവും ഒപ്പം PV അൻവറിന്റെ മറുതന്ത്രങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയിൽ നിന്ന് തുടങ്ങി മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.